ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ ഗാർഡനറി വിത്ത് ആർട്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ കാക്ടസ് പ്ലാന്റിനും അതുപോലെ തന്നെ സെക്കുലൻറ്റ് വിഭാഗത്തിൽപ്പെടുന്ന എല്ലാ പ്ലാന്റ്സിനും അനുയോജ്യമായ രീതിയിൽ നമ്മൾ ഗാർഡനിൽ എങ്ങനെയാണ് പോട്ടി മിക്സ് തയ്യാറാക്കുന്നത് എന്നുള്ളതാണ്. നമുക്ക് എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന പോട്ടി മിക്സ് തന്നെയാണിത്. അതിനായിട്ട് നമ്മൾ ആദ്യം ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് മണലാണ്, അതായത് പൂഴിയാണ് നമ്മൾ ഫസ്റ്റ് ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ നമ്മൾ ഇടുന്നുള്ളത് നല്ല ഡ്രൈ ആയിട്ടുള്ള കമ്പോസ്റ്റാണ്. കമ്പോസ്റ്റ് നല്ല ഡ്രൈ ആയത് തന്നെ ഉപയോഗിക്കുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത്. പിന്നെ നമ്മൾ അതിലേക്ക് ഇടുന്നത് നമ്മുടെ ചകിരിച്ചോറാണ്, കൊക്കോപീറ്റിൻ്റെ കൂടെ തന്നെ നമ്മൾ പെർലൈറ്റും കൂടി ഇതിലേക്ക് ഇടുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം, കാക്ടസ് പോലുള്ള എല്ലാ പ്ലാന്റ്സും വെള്ളം തീരെ ഇഷ്ടപ്പെടാത്ത, വെള്ളം കുറച്ച് മാത്രം ആവശ്യമുള്ള പ്ലാന്റ്സ് ആണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ റിവർ സാൻഡ് യൂസ് ചെയ്യുന്നുള്ളത്. പിന്നെ കൂട്ടത്തിൽ നമ്മൾ പെർലൈറ്റും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് നല്ലതാണ്. നമ്മളെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും അത് ഇത്തരത്തിലുള്ള പ്ലാന്റ്സിന് പോട്ടി മിക്സ് തയ്യാറാക്കുമ്പോൾ ഇട്ട് കൊടുക്കുക. പെർലൈറ്റ് നമുക്ക് ഈ സമയത്ത് മിക്കവർക്കും അറിയുണ്ടാകും. നമ്മുടെ എയറേഷനും അതുപോലെ തന്നെ വാട്ടർ ഡ്രെയിനേജ് കപ്പാസിറ്റിയൊക്കെ നമുക്ക് കൂട്ടാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന, മണ്ണിൽ ചേർക്കുന്ന ഒരു സംഭവമാണ് ഈ പെർലൈറ്റ്. അപ്പോൾ നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മറ്റുള്ള പ്ലാന്റ്സിന് പോട്ടി മിക്സ് തയ്യാറാക്കുന്നത് പോലെയല്ല നമ്മൾ ഗാർഡൻ സോയിലൊക്കെ യൂസ് ചെയ്യുന്നതിന് പകരം ഇതുപോലെ മണൽ യൂസ് ചെയ്യുന്നതാണ് വളരെ നല്ലത്. അപ്പോൾ മണലുള്ളവർ തീർച്ചയായിട്ടും അതന്നെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇനി നമ്മൾ ഇതിന് വേണ്ടിയിട്ട് പോട്ട് സെലക്ട് ചെയ്യുമ്പോൾ നല്ല ഡ്രൈനേജ് ഹോളൊക്കെയുള്ള നല്ല പോട്ട് തന്നെ ഇതിനു വേണ്ടി സെലക്ട് ചെയ്യുക. നമ്മൾ പ്ലാന്റിൻ്റെ സൈസ് അനുസരിച്ചിട്ട് പോട്ട് സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പ്ലാന്റ്സ് ഇതിലേക്ക് നമുക്ക് നട്ടു കൊടുക്കാം. അപ്പോൾ പോട്ടി മിക്സ് നമ്മൾ ഫില്ല് ചെയ്യുമ്പോൾ അത് മണ്ണിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അടിയിൽ കുറച്ച് കല്ലുകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കല്ല് നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത്, അതുപോലെ ചിപ്സ് അങ്ങനെയുള്ള എന്ത് വേണമെങ്കിലും നമുക്കിതിൽ താഴെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കതിലേക്ക് പോട്ടി മിക്സ് ഫില്ല് ചെയ്യാം. അപ്പോൾ നമ്മൾ നടുന്നുള്ളത് ഇതാ ഈ ഒരു പ്ലാന്റാണ്. അപ്പോൾ ഈ പ്ലാന്റ് നമുക്കറിയാം, കാക്ടസിനൊക്കെ നല്ല തിന്നായിട്ടുള്ള റൂട്ട്സാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഏത് പ്ലാന്റ്സ് പ്ലാന്റ് ചെയ്യുമ്പോഴും നല്ല കെയറോട് കൂടി വേണം പ്ലാന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പലതരത്തിലുള്ള കാക്ടസ് വെറൈറ്റീസ് ഇപ്പോൾ അവൈലബിൾ ആണ് മാർക്കറ്റ്സിൽ. നമ്മളടുത്ത് അത്രത്തോളം വെറൈറ്റീസ് ഒന്നും ഇല്ല, ചെറിയ ചെറിയ വെറൈറ്റീസ് മാത്രം നമ്മളിപ്പോൾ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് പ്ലാന്റ് നട്ടു കൊടുക്കാം. നമ്മൾ കൈ കൊണ്ട് മണൽ ഇടുന്നത് നല്ലോണം കെയർ ചെയ്തിട്ട് വേണം ചെയ്ത് കൊടുക്കാൻ. അല്ലെങ്കിൽ നമുക്ക് ചെറിയൊരു സ്റ്റിക്ക് പോലത്തത് കൊണ്ടും ഒക്കെ നമുക്ക് പോട്ടിലേക്ക് മണ്ണ് പ്ലാന്റിനോട് ചേർന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു പ്ലാന്റ് ഏകദേശം നട്ട് വെച്ചിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് വേറൊരു പ്ലാന്റും കൂടി പ്ലാന്റ് ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ നട്ടു കൊടുക്കുന്നുള്ള എല്ലാ പ്ലാന്റ്സും ഓൾറെഡി നമ്മൾ സാധാരണ ഒരു പോട്ടി മിക്സിൽ വേര് പിടിപ്പിക്കാൻ വേണ്ടി നട്ടു വെച്ചിട്ടുള്ളതായിരുന്നു. ഇപ്പോൾ നമ്മൾ അതിനെ നല്ല രീതിയിലുള്ള പോട്ടി മിക്സ് തന്നെ തയ്യാറാക്കിയിട്ട് കാക്ടസിന് ഉചിതമായ പോട്ടി മിക്സിലേക്ക് തന്നെ റിപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നുള്ളത്. അപ്പോൾ നമ്മളിതാ നെക്സ്റ്റ് നടുന്നുള്ളത് ഈ ഒരു പ്ലാന്റാണ്. ഇത് നല്ല കുറച്ച് വലിപ്പത്തിൽ തന്നെ വളർന്നു വന്നിട്ടുള്ള പ്ലാന്റാണ്. ഇതിൻ്റെ ഒന്നും കൃത്യമായിട്ടുള്ള ഐഡിയയും കാര്യങ്ങളൊന്നും നമുക്ക് അറിയില്ല. അപ്പോൾ അറിയുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റിൽ പറയുക. അതുപോലെ തന്നെ നമ്മൾ ഈ പ്ലാന്റ് ഇതാ നട്ടു കൊടുക്കുവാണ്. ഇതാ നിങ്ങൾ കാണുന്നുണ്ടാകും, ഈ പ്ലാന്റിന് റൂട്ട് ഇതാ ഇത്രത്തോളം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഇതിൻ്റെ നല്ല നേരിയ തിന്നായിട്ടുള്ള റൂട്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ നടുമ്പോഴൊക്കെ കുറച്ചൊന്ന് കെയർ ചെയ്യുക. നമ്മൾ നല്ല ശ്രദ്ധയോട് കൂടിയിട്ട് വേണം മണ്ണൊക്കെ ഇട്ട് കൊടുക്കാനും നടാനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ കാക്ടസ് വേറെ വീടുകളിൽ നിന്നല്ലാതെ നമ്മൾ നഴ്സറിയിൽ നിന്നൊക്കെ വാങ്ങുകയാണെങ്കിൽ നമ്മൾ പോട്ടോടെയാണ് വാങ്ങുന്നുണ്ടാവുക. അപ്പോൾ അവർ തീർച്ചയായിട്ടും ഇട്ട് കൊടുക്കുന്ന പോട്ടി മിക്സ് എന്ന് പറയുന്നത് സാധാരണ ചകിരിച്ചോറ് മാത്രമൊക്കെ ആയിരിക്കും. നമ്മൾ വാങ്ങുമ്പോഴൊക്കെ അങ്ങനെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ കുറേ കാലം ആ പോട്ടിൽ തന്നെ പ്ലാന്റ് വെക്കുകയാണെങ്കിൽ പ്ലാന്റ് നശിച്ചു പോകാൻ കാരണമാകും. കാരണം കൊക്കോപീറ്റിൽ നല്ലോണം വെള്ളം ഈർപ്പം നിലനിൽക്കുന്നത് സംഭവമാണ് നമുക്കറിയാം. അപ്പോൾ നമ്മൾ വേഗം അതിനെ പോട്ടി മിക്സൊക്കെ മാറ്റിക്കൊടുത്ത് റിപ്പോർട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അങ്ങനെ നമ്മളിവിടെ ഇപ്പോൾ കുറച്ച് കാക്ടസൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളത് ഓരോന്നായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം.
അതിനിടയിൽ നമ്മുടെ ഗ്രൗണ്ട് ഓർക്കിഡ്സിന് കുറേ ബഡ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ അതുകൂടി ഒന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചു. ഇപ്പോൾ നല്ല മഴയാണ് എന്നറിയാം എല്ലാവർക്കും. അപ്പോൾ 2 ദിവസമായിട്ട് മഴയ്ക്ക് ചെറിയൊരു കുറവുണ്ട്. ചെടികളൊക്കെ നല്ലൊരു ഫ്രഷ് ആയിട്ട് നിൽക്കുന്ന സമയമാണ്. നമ്മൾ ഓരോ പ്ലാന്റിനായിട്ടും ഇങ്ങനെ ബഡ്സ് വന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ എല്ലാ കാക്ടസ് പ്ലാന്റും നമ്മൾ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ ഇതൊക്കെ ഒരു വൈറ്റ് പോട്ടിലേക്കാക്കിയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഒരു ഇന്നർ പോട്ടാണ്. നമ്മളിതിന് വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ലീവ്സിനും അതിന് പ്ലാന്റിൻ്റെ മുകളിലേക്കൊന്നും ആയിട്ട് ഒഴിച്ചു കൊടുക്കാതെ ചുവട്ടിൽ മാത്രമായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അത് എടുക്കാൻ വേണ്ടിയിട്ട് വിട്ടുപോയിട്ടുണ്ടായിരുന്നു. വാട്ടറിങ്ങിൻ്റെ കാര്യം നമ്മൾ എപ്പോഴും നോക്കേണ്ടതാണ്. കാരണം നമ്മൾ ബാക്കിയുള്ള ചെടികൾക്ക് ലീഫിൻ്റെ മുകളിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് പോലെ കാക്ടസ് പ്ലാന്റ്സിന് ചെയ്ത് കൊടുക്കാതെ ഇരിക്കുക. നല്ല സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്താണ് നിങ്ങൾ പ്ലേസ് ചെയ്യുന്നുള്ളതെങ്കിൽ ആഴ്ചയിൽ 2 ദിവസം പ്ലാന്റിന് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാകും. അതുപോലെ തന്നെ ഈ മഴയത്തും കാര്യങ്ങളിലൊക്കെ നമ്മൾ ചെറിയ പ്ലാന്റ്സ് ആണെങ്കിൽ അത് ഷെയ്ഡ് പോലുള്ള ഏരിയയിലേക്ക് എടുത്തു വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഈ കാക്ടസ് പ്ലാന്റിനെ പോലെ തന്നെ പോട്ടി മിക്സ് ആയാലും അതുപോലെ തന്നെ അതിൻ്റെ വാട്ടറിങ്ങിൻ്റെ കാര്യമായാലും ഒക്കെ ഒരുപോലെ സെയിമാണ് സെക്കുലൻറ്റ് പ്ലാന്റ്സിൻ്റെയും ഇതിൽ വരുന്നുള്ളത്. അപ്പോൾ സെക്കുലൻസ് ആയാലും നമ്മൾ കെയറിങ്ങും കാര്യങ്ങളൊക്കെ ഇതിന് കൊടുക്കുന്നത് പോലെ തന്നെ കൊടുത്താൽ മതിയാകും. അപ്പോൾ നമ്മളിപ്പോൾ മഴയായതുകൊണ്ട് തന്നെ ഇപ്പോൾ നട്ടുവെച്ചിട്ടുള്ള കാക്ടസൊക്കെ ഇത് നമ്മളിവിടെ നമ്മുടെ സ്റ്റെപ്പിലേക്ക് ഇങ്ങനെ എടുത്ത് വെക്കുവാണ്. അപ്പോൾ ഇന്നത്തേത് ഈ ഒരു വീഡിയോ ആണ്. എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും. ഓക്കെ, ബൈ. താങ്ക് യു.